வராயிடுமன் சாமி, காவடியும் தூக்கி வராயிடுமன் சாமி. காணவரான் காட்சி தரான் கடம்பன் சாமி, காலடியில் ஏற்க வரான் கடம்பன் சாமி. சலகை தெரிக்க சடைகள் திரிக்க படைகள் தெரிக்க தடைகள் நொறுக்க புஜங்கள் குடைக்க பூர்வம் துடிக்க எழுந்து வரான் கடம்பன். கடம்பம் மணக்க கருணை இறக்க கடம்பம் மணக்க கழுத்தில் இருக்க மந்திரம் ஒழிக்க மணியும் ஒழிக்க மகிழ்ந்து வரான் கடம்பன். சிந்து கவி பாட்டு கேட்க கந்தசாமி வாரான், மாசம் தையில் பூசம் பார்க்க முருகன் சாமி வாரா. சிந்து கவி பாட்டு கேட்க கந்தசாமி வாரா, மாசம் தையில் பூசம் பார்க்க முருகன் சாமி வாரா. கந்தசாமி கந்த கடம்பன் சாமி, முத்துசாமி எங்க முருகன் சாமி. வெற்றிவேல் வீரவேல் சுற்றி வரும் சூரவேல், காக்குந்தேல் கனகவேல் கந்தன் கை அவயவே. ஆடி வரா ஓடி வரா ஆடி வரா ஆடி வரா இடும்பன் சாமி, காவடியும் தூக்கி வரா இடும்பன் சாமி. ஓம் தத்புருஷாய வித்மகே மகாசேனாய தீமஹி தன்னோ ஷண்முக பிரச்சோதயாத். கட்டி விரதமேற்று வந்தோம் ஐயா, கந்தனுக்கு மாலையிட்டு வந்தோம் ஐயா. கால் கடுக்க யாத்திரையாய் வந்தோம் ஐயா, காவடிகள் தூக்கிக்கிட்டு வந்தோம் ஐயா. பழனிமலை முருகன் முருகன், கடம்பன் பரங்குன்றம் அழகன் அழகன், அவன்தான் கணிகை மலை தலைவன்.
കരുണാസാഗരമമ്മ, കരിങ്കുളം വാഴുന്നൊരമ്മ, കാരുണ്യവാരിധിയമ്മ, കനിവിൻ നിറകുടമമ്മ, കരുണാസാഗരമമ്മ. മഹാദേവന്റെ അഭാവത്തിൽ പാർവതി ദേവി അതീവ ദുഃഖിതയായി. സ്നാനത്തിനായി തയ്യാറെടുക്കുന്നതിനിടയിൽ ദേഹത്ത് പുരട്ടിയ മഞ്ഞൾ കൊണ്ട് ദേവി ഒരു രൂപമുണ്ടാക്കി. ആ രൂപത്തിന് മന്ത്രശക്തിയിലൂടെ ദേവി ജീവൻ നൽകി. അത് സുന്ദരനായ ഒരു ബാലകനായി മാറി. ആ ബാലകന് ദേവി വിനായകൻ എന്ന് പേരും നൽകി. സ്നാനത്തിനായി പോയ നേരം അമ്മയുടെ അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് കടത്തിവിടരുതെന്ന് ഗണേശന് നിർദ്ദേശം നൽകി. ഈ സമയത്താണ് മഹാദേവൻ തിരികെ എത്തിയത്. വിനായകൻ മഹാദേവന്റെ വഴി തടഞ്ഞു. കോപാകുലനായ മഹാദേവൻ വിനായകന്റെ ശിരച്ഛേദം നടത്തി. മകന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ ദേവി വിനായകന്റെ രൂപം ദർശിച്ച് കോപാകുലയായി. ഭഗവാനോട് പുത്രന്റെ പുനർജീവനം ആവശ്യപ്പെട്ടു. പുനർജന്മം സാധ്യമല്ല എന്ന് മഹാദേവൻ അറിയിച്ചതോടുകൂടി ദേവി ആദിപരാശക്തിയുടെ രൂപം കൊണ്ട് പ്രപഞ്ചം മുഴുവൻ നശിപ്പിക്കുവാൻ ആരംഭിച്ചു. ഭയന്നു വിറച്ച ദേവഗണങ്ങളും ഋഷിമാരും മഹാദേവനോട് ദേവീ കോപത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കുവാൻ അപേക്ഷിച്ചു. ഭഗവാൻ വിനായകന് പുനർജീവനം നൽകിയതോടുകൂടി ദേവി ശാന്തസ്വരൂപിണിയായി. മകനെ വിനായകൻ, താങ്കൾ ആരാണ്? മാതാവ് സ്നാനവും പൂജയും പൂർത്തിയാക്കിയ ശേഷം മടങ്ങി വരുന്നതാണ്. നീ ആരാണ് എന്നെ തടയാൻ? വഴിമാറും. ഇല്ല, മാറില്ല. ഭവതിയുടെ വേദന അസഹനീയം തന്നെയാണ്. എന്നാൽ അവിടുത്തെ മാതൃത്വത്തിന്റെ വിജയത്തിനു വേണ്ടി മാത്രം സമസ്ത പ്രപഞ്ചത്തിന്റെയും പരാജയം അനുവദിക്കാൻ നമുക്ക് സാധ്യമല്ല. സൃഷ്ടിക്ക് വിപരീതമായി പ്രവർത്തിച്ച വിനായകന്റെ പുനർജീവനം അസാധ്യമാണ്. മാതൃത്വത്തിന്റെ വില എത്രയെന്ന് സ്വാമിക്കറിയില്ലേ? ഏത് സൃഷ്ടിയാണോ നമ്മുടെ മകന്റെ വിനാശത്തിന് കാരണമായിരിക്കുന്നത്, ആ സൃഷ്ടിയെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും.
എന്റെ മകനെ. അമ്മേ, വിനായക, ഇന്നു മുതൽ നീ പാർവതിയുടെ മാത്രം പുത്രനല്ല, നമ്മുടെയും പുത്രനായി ഈ ലോകം നിന്നെ പാലിക്കും. അമ്മേ നാരായണ, ലക്ഷ്മി നാരായണ, ദുർഗേ നാരായണ, കാളിയമ്മേ. കാലദോഷം നീക്കാൻ കാൽനടയാൻ ഞങ്ങൾ കാളിമലയേറ്റം ഏറിടുന്നേ. കതിരുളിപ്പൂമുന പോലെയെന്നും മുക്തിപ്രസാദമായി മുന്നിൽ വരൂ.